ഇപ്പോൾ മനാഫിന്റെ ഈ യൂട്യൂബ് ചാനലുമായി ബന്ധപ്പെട്ട് ഇപ്പോൾ മാറ്റി മനാഫിന്റെ തന്നെയാണ് ഇപ്പോൾ പിക്ചർ വന്നിരിക്കുന്നത്. അതായത് കുടുംബത്തിന്റെ വികാരം ഉൾക്കൊണ്ടുകൊണ്ട് അവരുടെ താല്പര്യം കൂടി പരിഗണിച്ചുകൊണ്ടാണോ ഈ മനാഫ് മുന്നോട്ട് പോകാൻ ഉദ്ദേശിക്കുന്നത്? അതെ, തീർച്ചയായിട്ടും. ഞാൻ അവർക്ക് എന്ത് വേദന വരും, ഞാൻ പലവട്ടം പറയണതാണ്, ഇത് നമ്മളെ ഫാമിലിയാണ്, ഈ കുടുംബത്തിന്റെ ഒരു ഭാഗമാണ് അർജുൻ്റെ ഫാമിലി എന്ന് വിശ്വസിക്കുന്ന ആൾക്കാരാണ്. അപ്പം എന്താ പറഞ്ഞു കഴിഞ്ഞാൽ ഇനി എന്തെങ്കിലും ഓർക്ക് ബുദ്ധിമുട്ട് വരുന്ന യൂട്യൂബ് ചാനൽ തുടങ്ങിയതിനെ പറ്റി ഞാൻ പറയാം. യൂട്യൂബ് ചാനൽ അവർക്ക് ബുദ്ധിമുട്ട് അർജുൻ്റെ ഫോട്ടോ വെച്ച് എന്നുള്ളതാണ്. അത് ഞാൻ മാറ്റി ഇനി പറയേണ്ട ആവശ്യമില്ല. പിന്നെ യൂട്യൂബ് ചാനൽ തുടങ്ങിയതിനെ പറ്റിയിട്ട് പറയാം. നമ്മൾ മാധ്യമപ്രവർത്തകരാണ് ഈ വിഷയം കേരളത്തിൽ അർജുൻ്റെ വിഷയം ഇത്ര ഉയരത്തിൽ കൊണ്ടുവന്നതും ഇതിനെ ജനശ്രദ്ധയിലേക്ക് എത്തിച്ചതും മാധ്യമപ്രവർത്തകരാണ്. തീർച്ചയായിട്ടും ഈ മാധ്യമപ്രവർത്തകരില്ലായിരുന്നെങ്കിൽ ഒരിക്കലും അർജുനെ നമുക്ക് അവരെ വീട്ടിലെത്തിക്കാൻ കഴിയില്ല. മനാഫ് എത്തിച്ചതിനെക്കാട്ടും വർക്ക് എടുത്തത് മാധ്യമപ്രവർത്തകരാണ്. മാധ്യമപ്രവർത്തകരെ ഓരോ പേഴ്സണൽ വ്യക്തികളെ എനിക്കറിയാം, എത്രമാത്രം കഷ്ടപ്പെട്ടിക്കണ് അവരെന്നുള്ളത്. ഞാൻ പോലും ഒരു ഘട്ടത്തിൽ വിചാരിച്ചു കഴിഞ്ഞു, ഈ മനുഷ്യന്മാർ ഞാൻ നിൽക്കുന്നത് നിലകൊള്ളുന്നത് നമ്മളെ ജോലിക്കാരനും വേണ്ടിയിട്ടാണ്. ഈ മാധ്യമ പ്രവർത്തകരുടെ ഒക്കെ ആരോഗ്യസ്ഥിതി അത്ര മോശം. ഞാൻ പല സ്ഥലത്തും പറയണേ, അങ്ങനത്തെ ഒരു സാഹചര്യത്തിൽ നിൽക്കുന്ന ആളുകളാണെങ്കിൽ പോലും ഇതൊരു 3 ഘട്ടമായിട്ട് ഈ രക്ഷാപ്രവർത്തനം നിന്നുപോയിനു. ഈ നിൽക്കുന്ന സമയത്ത് അവിടെ ഒരു മാധ്യമ പ്രവർത്തകരില്ലാത്ത സമയത്ത് മാധ്യമപ്രവർത്തകർ തന്നെയാണ് എന്നോട് ആവശ്യപ്പെട്ടത്, ഒരു യൂട്യൂബ് ചാനൽ ആക്കിത്തരാം, അതിൽ എന്തെങ്കിലും പുതിയ ന്യൂസ് എന്തെങ്കിലും പെട്ടെന്ന് വരികയാണെന്നുണ്ടെങ്കിൽ പിന്നെ ഇവിടേക്ക് അപ്ഡേറ്റ് ചെയ്യാൻ ഒരു കാരണം അതാണ്. രണ്ടാമത്തെ കാരണം എന്ന് പറഞ്ഞു കഴിഞ്ഞാൽ ഞാൻ പലപ്പോഴും ഏകനായിട്ട് ഇനി അവിടെ ഉണ്ടായിരുന്നത്. എനിക്ക് ജനങ്ങൾക്ക് ഈ വിഷയമായിട്ട് എനിക്ക് എൻ്റെ സംസാരിക്കാനുള്ളത് എന്തെങ്കിലും ഉണ്ടെങ്കിൽ അതിലിടാന്നുള്ള ഉദ്ദേശത്തിലുമായിരുന്നു തുടങ്ങിയത്. മൂന്നാമത്തെ വിഷയം, ഞാൻ ഒരു യൂട്യൂബ് ചാനൽ തുടങ്ങാൻ കാരണം ഞാൻ ഒറ്റക്കാണ്. ഒരു സുരക്ഷിത ബോധം എനിക്ക് ഒരു യൂട്യൂബ് ചാനൽ ഉണ്ടെങ്കിൽ എന്നുള്ള, എനിക്ക് എന്തെങ്കിലും സംഭവിച്ചു കഴിഞ്ഞാൽ പെട്ടെന്ന് എന്തെങ്കിലും അറിയിക്കാനെങ്കിലും പറ്റുമല്ലോ എന്നുള്ളതിനോടാണ് തുടങ്ങിയത്. പിന്നെ നാലാമത്തെ കാര്യം യൂട്യൂബ് ചാനൽ, അതായത് ലോറി ഉടമ മനാഫ് എന്നുള്ളതാണ് യൂട്യൂബ് ചാനൽ. ഈ ലോറി ഉടമ മനാഫ് എന്നുള്ള പേരിട്ടത് ചാനലിൽ എപ്പോഴും പറയണത് ലോറി ഉടമ മനാഫ് ഇങ്ങനെ പറയുന്നതിനോടാണ് ഒരു പെട്ടെന്ന് ആളുകൾക്ക് റെക്കഗ്നൈസ് ചെയ്യാൻ വേണ്ടിയിട്ട്, മനസ്സിലാക്കാൻ വേണ്ടിയിട്ടാണ് ആ പേരിട്ടത്. അതിപ്പോൾ ഞാൻ ഏത് പേരും എനിക്ക് എൻ്റെ ഇഷ്ടത്തിന് ഇടാം, അത് വേറെ വിഷയം. എന്നാലും ഞാൻ പറയാണ് എന്തുകൊണ്ട് ഇട്ട് എന്നുള്ളത്. അതിലൂടെ ഞാൻ അത് പറഞ്ഞതുമാണ്, അത് വ്യക്തമാക്കുകയാണ്. ആ ചാനൽ അങ്ങനെ തന്നെ ഉണ്ട്. എനിക്ക് ഈ മാധ്യമപ്രവർത്തകർ തന്നെയാണ് എനിക്ക് പഠിപ്പിച്ചത് എങ്ങനെയാണ് ലൈവ് ഇടുക എന്നുള്ളത്. അതായത് ഞാൻ എൻ്റെ മനസ്സ് അങ്ങനെ താളം തെറ്റി നിൽക്കുന്ന സമയത്താണ് എനിക്ക് ആരെങ്കിലും ആയിട്ടൊന്ന് സംസാരിക്കുമ്പോൾ ഒരു റിലാക്സ് കിട്ടിയിരുന്നു. ഞാൻ ഇപ്പോഴും അത് ഒരു മോണിറ്റൈസ് എന്ന് പറഞ്ഞൊരു സംഭവം ഉണ്ടല്ലോ, ഒരു പണം കിട്ടണമെങ്കിൽ യൂട്യൂബായിട്ട് മോണിറ്റൈസ് ചെയ്യണം. ഞാൻ ഇതുവരെ അതുപോലും ചെയ്തിട്ടില്ല. ഞാൻ ഇന്നലെ യൂട്യൂബ് ചാനൽ എൻ്റെത് വെറും 10,000 സബ്സ്ക്രൈബേഴ്സ് ഉണ്ടായിരുന്നത് ഇന്നിപ്പോൾ 2.5 ലക്ഷത്തിന് മുകളിൽ ആയി. അതായത് ജനങ്ങളിത് ഒക്കെ കൂടി ഏതോ ലെവലിലേക്ക് കൊണ്ടുപോവുകയാണ്. ഞാൻ അർജുനെ ഇവിടെ എത്തിച്ചോട് കൂടിയിട്ട് ആ യൂട്യൂബ് ചാനൽ ഞാൻ ഉപയോഗിച്ചിട്ടേ ഇല്ല. പക്ഷെ അത് ഞാൻ അതിൻ്റെ അർത്ഥം ഇനി മുതൽക്ക് അതിൻ്റെ അർത്ഥം ഇനി ഉപയോഗിക്കില്ല എന്നല്ല. ഇത് മുന്നേ അങ്ങനെയാണ് ഉദ്ദേശിക്കുന്നത്. മുന്നേ ഉദ്ദേശിച്ചത് എന്താണ്, അവിടെ വരെ നിർത്താം, വേറെ ഏതെങ്കിലും നല്ലൊരു യൂട്യൂബർ പാഷനുള്ള ആരെയും വരികയാണെന്നുണ്ടെങ്കിൽ ഒരു ചാരിറ്റി, അതിന് കിട്ടുന്ന ഇൻകം അവന് ചാരിറ്റി ചെയ്തോട്ടെ എന്ന് വിചാരിച്ചതിന്. അത് ഞാൻ യൂട്യൂബിൽ തന്നെ നിങ്ങൾ നോക്കിയാൽ മതി, യൂട്യൂബ് ചെക്ക് ചെയ്താൽ മനസ്സിലാവും. യൂട്യൂബിൽ അങ്ങനെ പറഞ്ഞിരുന്നു. യൂട്യൂബിൽ ഞാൻ വ്യക്തമായിട്ട് പറഞ്ഞിരുന്നു ഇതുണ്ട്. എൻ്റെ ഒരു ആഗ്രഹം കോഴിക്കോട് ഉച്ചഭക്ഷണം കൊടുക്കണ, ഫ്രീ ആയിട്ട് ഒരു ഉച്ചഭക്ഷണം കൊടുക്കണ ഒരു ക്യാൻറ്റീന്, ആർക്കും ഉച്ചക്ക് വിശക്കുന്ന ആൾക്കാർക്ക് വന്നിട്ട് ഭക്ഷണം കഴിക്കാനുള്ള, അത് ഞാൻ അതിൽ പലവട്ടം പറഞ്ഞിരിക്കണ്. എൻ്റെ ആഗ്രഹമാണത്. അതിൽ എനിക്ക് അറിയ പോലില്ല ഒരു യൂട്യൂബ് ചാനൽ തുടങ്ങിയാൽ എന്ത് കിട്ടും എന്നുള്ളത്. പക്ഷെ അതുകൊണ്ടാണല്ലോ ഇപ്പോൾ ഈ പത്രസമ്മേളനം നമ്മൾ വിളിച്ചത്. തീർച്ചയായിട്ടും അത് പരാതി കൊടുക്കുന്നത് ആൾക്ക് അവരെ ഇഷ്ടമാണ്. നമ്മളെ ഭാഗം ക്ലിയർ ചെയ്യാന്നുള്ളതാണ് നമ്മളത്. അല്ല, അങ്ങനൊന്നുമില്ല. അല്ല, അതൊന്നും ഞാൻ അങ്ങനത്തെ വിവാദത്തിലേക്കൊന്നും അതിനൊന്നും താല്പര്യമില്ല.
മാഡം ഒരു വിവാദത്തിലേക്കില്ല. ഇന്നെ ഇഷ്ടപ്പെടുന്ന ഏതെങ്കിലും മാധ്യമ പ്രവർത്തകരുണ്ടെങ്കിൽ ഈ വിഷയത്തിന്, അർജുൻ്റെ വിഷയത്തിന് ആർക്കെങ്കിലും എന്തെങ്കിലും കാര്യങ്ങൾ അറിയാൻ വേണ്ടിയിട്ട് മാത്രമാണ് യൂട്യൂബ് തുടങ്ങിയത്. എന്തെങ്കിലും എന്താ പറഞ്ഞു കഴിഞ്ഞാൽ അപ്ഡേഷൻ നമ്മൾ ജനങ്ങൾ ആവശ്യപ്പെടുന്നുണ്ടായിരുന്നു. ഇത് മൊത്തം കേരളത്തിലെ മലയാളികൾ മൊത്തം, അത് ലോകത്തോടൊക്കെ മലയാളികളുടെ ഓരോ ആവശ്യപ്രകാരമാണ് ഈ, അതായത് മറന്നു പോകാൻ ഏറ്റവും എളുപ്പമാണ്. ഞാൻ ആളുകളെ വീണ്ടും മറന്ന ആളുകളെ ഓർമ്മിപ്പിക്കാൻ വേണ്ടിയിട്ട് നിരന്തരം ഓർമ്മിപ്പിച്ചിട്ട് തന്നെയാണ് ഇത് 3ാം ഘട്ടത്തിലും എത്തിച്ചത്. അത് വേറെ വിഷയം. പക്ഷെ ആ എത്തിക്കാൻ ഉപയോഗിച്ച മാധ്യമമായിരുന്നു ഈ യൂട്യൂബ് ചാനൽ. ഈ സമയങ്ങൾ അവിടെ കൂടുതലുള്ള ആളുകൾക്ക് പറയുകയാണ് എപ്പോഴൊക്കെ ഉണ്ടായത്, പലപ്പോഴും അവൻ്റെ ഫോണിന് യാതൊരു ഒഴിവുണ്ടായില്ല. അതുകൊണ്ട് ഫോൺ വെക്കാനും കഴിയില്ല, ടെൻഷനാണ്. അപ്പോഴാണ് അങ്ങനെ ഒരുപാട് കോള് അറ്റൻഡ് ചെയ്ത് കാര്യം പറയുന്നതിനും ബെറ്റർ ഒരു അപ്ഡേഷൻ അതിലിട്ട് കൊടുക്കുമ്പോൾ അത്രയും ആളുകൾക്ക് അറിയാനുള്ള ഒരു മാധ്യമം എന്നുള്ള കൂടെയൊക്കെയാണ് അത് കണ്ടിട്ടുള്ളൂ. ഇനി അടുത്തൊരു പോയിന്റ് നമ്മൾ അതൊന്നും അറിയിക്കേണ്ട ആവശ്യമില്ല. അതിന്റെ വ്യക്തിപരമായ കാര്യമാണ്. അർജുൻ്റെ പേരിൽ വണ്ടി രജിസ്റ്റർ ചെയ്യുന്ന മാതിരിയുള്ള കാര്യമല്ല സാറേ. ഞാൻ യൂട്യൂബ് ചാനൽ എൻ്റെ ഇഷ്ടപ്രകാരം ഞാനാണ് എല്ലാ കാര്യങ്ങൾക്കും എന്തായത് എൻ്റെതായ ഒരു ശൈലിയിൽ പോയത്. പ്ലീസ് അങ്ങനെയുള്ള ഒരു വിവാദ ചോദ്യങ്ങളൊന്നും ചോദിക്കരുത്.